സൗത്ത് ആഫ്രിക്കയുടെ മണ്ണിൽ പോയിട്ടാണ് ഇന്ത്യ ചരിത്രം തിരുത്തി കുറിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ പടുകൂറ്റൻ ടാർഗറ്റ് മറികടക്കാൻ അവർക്ക് സാധിച്ചില്ല. അവസാനം സൗത്ത് ആഫ്രിക്ക തോൽവി സമ്മതിച്ചു. അങ്ങനെ ഇന്ത്യ 4-ാം T20യിൽ ജയിച്ചിരിക്കുകയാണ്. 3-1 ഇന്ത്യ പരമ്പര നേടിയിരിക്കുന്നത്. ഇന്നത്തെ മത്സരത്തിൽ സൗത്ത് ആഫ്രിക്കൻ ടീമിന്റെ നടുവൊടിച്ചത് സഞ്ജുവും തിലക് വർമ്മയുമായിരുന്നു. രണ്ടുപേരും സെഞ്ചുറി അടിച്ചു. ഇന്ന് സൗത്ത് ആഫ്രിക്ക കളി തോറ്റ ശേഷം അവരുടെ ക്യാപ്റ്റൻ മാർക്രം പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. സൗത്ത് ആഫ്രിക്കൻ ക്യാപ്റ്റൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഞങ്ങൾക്ക് പണി തന്നത് സഞ്ജു തന്നെയാണ്. സഞ്ജുവിനെ ആദ്യം തന്നെ പുറത്താക്കിയാൽ ഞങ്ങൾക്ക് ഇന്നത്തെ മാച്ച് ജയിക്കാമായിരുന്നു. കഴിഞ്ഞ മത്സരങ്ങളിലും ഞങ്ങൾ ചെയ്തത് അതാണ്. സഞ്ജുവിനെ ഡെക്കിൽ പുറത്താക്കിയപ്പോൾ ഞങ്ങൾക്ക് ജയിക്കാൻ സാധിച്ചു. അതുപോലെ തിലക് വർമ്മ, അവനിങ്ങനെ കളിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. അവനും സഞ്ജുവുമാണ് ഞങ്ങൾക്ക് പണിയായത്. കുറച്ചും കൂടി ഞങ്ങൾ ബൗളിങ്ങിൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഞങ്ങൾക്ക് പിഴച്ചത് ബൗളിംഗ് തന്നെയാണ്. ജയിക്കാൻ വേണ്ടി ആരും തന്നെ ഇന്ന് കളിച്ചില്ല, പ്രത്യേകിച്ച് ബൗളേഴ്സ്. പരമ്പര എങ്ങനെയെങ്കിലും സമനിലയാക്കണമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. അതിനും ഞങ്ങൾക്ക് സാധിച്ചില്ല. ഇന്ത്യൻ ടീം മികച്ചവരാണ്, പ്രത്യേകിച്ച് സഞ്ജുവിനെ പോലെ ഒരു പ്ലെയർ എതിർ ടീമിലുണ്ടെങ്കിൽ അവർക്കെതിരെ ജയിക്കാൻ ഈസിയല്ല. ഞങ്ങൾക്കിപ്പോൾ ഒരുപാട് പാഠങ്ങൾ പഠിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതെല്ലാം കണ്ടെത്തി തെറ്റുകൾ മാറ്റി അടുത്ത സീരീസിൽ ശക്തമായിട്ട് തിരിച്ചു വരുമെന്ന് മാർക്രം വ്യക്തമാക്കി. സൗത്ത് ആഫ്രിക്ക പോലും ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് സഞ്ജുവിനെയാണ്. അതുകൊണ്ടാണ് ജാൻസനെ കൊണ്ടുവന്ന് കഴിഞ്ഞ മത്സരങ്ങളിൽ സഞ്ജുവിനെ ഡെക്കിൽ പുറത്താക്കിയത്. എന്നാൽ സഞ്ജു ഇപ്രാവശ്യം 2 കൽപ്പിച്ചാണ് വന്നിട്ടുണ്ടായിരുന്നത്. സഞ്ജു 2 സെഞ്ചുറി അടിച്ചത് ആരും കണ്ടില്ല. പകരം സഞ്ജുവിന്റെ നെഗറ്റീവാണ് എല്ലാവരും നോക്കി കണ്ടത്. 2 ഡെക്ക് സഞ്ജു ആയപ്പോൾ എല്ലാവരും സഞ്ജുവിനെതിരെ തിരിഞ്ഞു. ആ സഞ്ജുവാണ് ഇപ്പോൾ സെഞ്ചുറി വീണ്ടും അടിച്ചിരിക്കുന്നത്. 3-ാമത്തെ സെഞ്ചുറിയാണ് സഞ്ജു ഇന്ന് തികച്ചത്. സഞ്ജുവിന്റെ നല്ല കാലമാണ് ഇനി വരാനിരിക്കുന്നത്. ഇനി അങ്ങോട്ട് T20 ടീമിൽ സഞ്ജു ആയിരിക്കും നമ്പർ 1. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.